നമസ്തേ ഇന്ത്യ, വെൽക്കം ടു ജെൻസി വോയ്സ്. ഇന്ന് സംസാരിക്കാനുള്ളത് മാതാപിതാക്കളോടാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നിട്ടാണ്. ഇന്നലെ പത്രത്തിൽ വന്നൊരു വാർത്ത, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ, അവിടെയുള്ളൊരു കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. വളരെ വിഷമത്തോടെയാണ് ആ വാർത്ത പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടത്. ആ പെൺകുട്ടി ചാടുന്ന ഫോട്ടോയുടെ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ കട്ടിങ് ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ജയ്പൂരിലെ ഏറ്റവും വലിയ സ്കൂൾ, 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന സ്കൂളാണ്. ഏറ്റവും മികച്ച സിലബസാണ് എന്ന് അവകാശപ്പെടുന്ന സ്കൂളാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന കുട്ടിയാണ്. ആദ്യത്തെ പേജിൽ സ്കൂളിലെ അധ്യാപിക കുട്ടിയെ ഹരാസ് ചെയ്യുകയും അതിനെ തുടർന്ന് കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുമാണ് വാർത്തയുള്ളത്. സ്കൂൾ അധികൃതർ അധ്യാപികയെ കരുവാക്കി കേസ് അധ്യാപികയുടെ മേൽ ചാരി വെച്ചിരിക്കുകയാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ അകത്തെ പേജിൽ, കുട്ടിയുടെ മരണവാർത്തയുമായി ബന്ധപ്പെടുത്തി അകത്തെ പേജിലെ വാർത്തയിൽ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി ഏത് സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കുമ്പോഴും വിക്ടറി സൈൻ കാണിച്ചിട്ടാണ് ഫോട്ടോ എടുക്കാറുള്ളത്. ആ വിക്ടറി സൈൻ കാണിച്ചിട്ട് ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അവർ. ചോദ്യം ഇതാണ്, ഏത് സാഹചര്യത്തിലും വിക്ടറി സൈൻ കാണിച്ചു നിൽക്കുന്ന, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പെൺകുട്ടി ജീവിതത്തോട് വിക്ടറി സൈൻ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അല്ലെങ്കിൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്ന ഒഴിവാക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ അധികാരികളോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികൃതരോ ശ്രദ്ധിക്കാത്തത്? ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് മാതാപിതാക്കൾക്കാണ്. സ്കൂൾ അധികൃതർക്ക് ഒരു കൂട്ടം കുട്ടികൾ 1000, 2000, 3000, 4000 വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയല്ല. അവരങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിനെന്താണ് ഒരു പരിഹാരം? കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ന്യൂസിലാൻഡ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡുകൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ സൂയിസൈഡുകൾ കുട്ടികളുടെ നടക്കുന്ന മറ്റൊരു രാജ്യം ജപ്പാനാണ്. പക്ഷേ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങളെ മാതാപിതാക്കൾ, സ്കൂൾ അധികൃതർ, സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് വലിയ പ്രസക്തമായ ഒരു വിഷയമാണ്. കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, വ്യക്തിഗത കൗൺസിലിംഗ് നൽകുന്നുണ്ട്, ഓൺ കോൾ സർവീസ് കൊടുക്കുന്ന ടെലിഫോൺ നമ്പറുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മാതാപിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു വലിയ ചോദ്യവും അതിനുള്ള പരിശ്രമവും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് വേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു സ്കൂൾ, അങ്കമാലിയിലുള്ളൊരു സ്കൂൾ, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. ഏറ്റവും മികച്ച സ്കൂളാണ്. ആ കുട്ടി സൂയിസൈഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ സ്കൂൾ അധികൃതർ കാണിച്ച പ്രതികരണ രീതി ഞാനിതിവിടെ എടുത്തു പറയാൻ കാരണം, എന്തുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നത് ഓർമ്മപ്പെടുത്താനാണ്. ആ സ്കൂൾ അധികൃതർ ഈ കുട്ടി മരിച്ച് കുട്ടിയെ അടക്കുന്ന ദിവസം സ്കൂളിന് അവധി കൊടുത്തില്ല. ആ കുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന മറ്റു വിദ്യാർത്ഥികളെ ഒരു സൈൻ ഓഫ് പറയാൻ അയച്ചില്ല എന്നുള്ളതാണ്. കോവിഡ് കഴിഞ്ഞ സമയത്ത് നിലമ്പൂരുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഉണ്ട്. 8th അവൻ പഠിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, മകൻ ഇവിടെയുണ്ട്, നീ ഒന്ന് സംസാരിക്കണം.
സ്വാഭാവികമായിട്ടും എല്ലാ അച്ഛനമ്മമാരും മക്കളെ ഒന്ന് സംസാരിക്കണം എന്ന് പറയാറുള്ളതാണെന്ന് കരുതി. അപ്പോൾ എന്നോട് പറഞ്ഞു, അതല്ല, നീ ഒന്ന് സംസാരിക്കണം, ഒരു വിഷയമുണ്ട്, നീ അവനോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കളരിത്തറയിൽ ഞങ്ങൾ പോയിരിക്കുമ്പോൾ അവൻ വളരെ വിഷണ്ണനായിട്ട് ഇരിക്കുന്ന സമയമാണ്. ഞാൻ ഈ പറയുന്നത് ഊട്ടിയിലെ മറ്റൊരു സ്കൂളിൽ പഠിക്കുകയാണ്. അതും ഊട്ടിയിലെ ഏറ്റവും മികച്ചൊരു സ്കൂളാണ്. ക്രിക്കറ്റ് കളിക്കുന്നതിനിടയ്ക്ക് ഒരു മുതിർന്ന ക്ലാസ്സിലെ കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ബാറ്റിന് അടിച്ച് കൊലപ്പെടുത്തി. അതായത് ക്രിക്കറ്റ് ഗെയിം നടക്കുന്ന സമയമാണ്. കാണികളായിട്ട് പരിപാടികളുണ്ട്, അധ്യാപകർ പോലും ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടിയെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അടിച്ചു കൊന്നതാണ്. അതിന്റെ ട്രോമയിലാണ്. സ്കൂൾ അധികൃതർ 1 മാസത്തേക്ക് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ സ്കൂളിൽ ഉണ്ടായിരുന്ന വാർത്ത എന്ന് പറയുന്നത് കുട്ടി മരിച്ചത് വേറൊരു റീസൺ പറഞ്ഞിട്ടാണ്. 3 സംഭവങ്ങളെ ഒരുമിച്ച് പറയാനുള്ള കാരണം, കുട്ടികളുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക, അതിന് മാതാപിതാക്കൾക്ക് എന്തൊക്കെ ഇടപെടലുകൾ നടത്താൻ കഴിയും, സ്കൂൾ അധികൃതർ എന്ന് പറയുന്ന സ്കൂളിനെ നയിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്, സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ, ഇത്തരം കാര്യങ്ങളിൽ ഏതൊക്കെ വിധത്തിലാണ് വേണ്ടത്, ഇതിനെക്കുറിച്ചിട്ട് ആണ് ഞാൻ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ സ്കൂളിലോട്ട് അയക്കുമ്പോൾ സാമൂഹികമായ ചുറ്റുപാടുകൾ നടക്കുന്ന വിഷയങ്ങളിൽ, കുടുംബപരമായതോ അയൽവക്കത്തുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഒരു പ്രീമിയം സ്കൂളിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കാറില്ല. തൊട്ടടുത്ത വീട്ടിലൊരു മരണമുണ്ടായി, മാതാപിതാക്കൾ കുട്ടികളെ എന്ത് ചെയ്യും? സ്കൂളിലോട്ട് വിടും. നീ സ്കൂളിൽ പോയിക്കോ, നീ ലീവ് എടുക്കണ്ട എന്ന് പറയും. കുട്ടികൾക്ക് സ്കൂൾ കാലഘട്ടത്തിൽ അക്കാഡമിക് നേട്ടങ്ങൾക്കപ്പുറം സാമൂഹിക ചുറ്റുപാടുകളിൽ കൂടി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അതുകൂടി ഇതിന്റെ ഭാഗമായി പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരു മരണ വീട്ടിൽ പോകാൻ നിങ്ങൾ കുട്ടികളെ അനുവദിക്കണം. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിങ്ങൾ കുട്ടികളെ അനുവദിക്കണം. നിങ്ങൾ അവർ കൂടെ കൊണ്ടുപോകണം. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം മരണമാണ്. ഈ മരിക്കുന്നതിനപ്പുറം വേറൊരു ജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്നും നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം എത്രത്തോളം മൂല്യവത്താണെന്നും അത് കൃത്യമായി നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ടതാണെന്നും നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി അവരെ കൂടി അതിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ സമ്മർ വേനലവധിക്കാലത്ത് എൻ്റെ മകൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു കുട്ടി മരിച്ചുപോയി. ഇപ്പൊ കുട്ടി മരിച്ചു, വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവനോട് പറയണ്ട, അവന് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ആ കുഞ്ഞ് എൻ്റെ മകൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. അവൻ വേറെ ആരോട് സംസാരിക്കില്ലായിരുന്നു. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞടാ, ഇങ്ങനെ ഈ കുഞ്ഞ് മരിച്ചു, നിന്റെ സുഹൃത്തായ കുഞ്ഞ് മരിച്ചുപോയി, അപ്പൊ എന്ത് ചെയ്യൊക്കെ എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു നമുക്ക് പോകണം, പോയി കാണണം. അവിടെ ചെന്ന് ഒരു ചെറിയ റോസാപ്പൂ അവനെ കൊണ്ട് അവസാനത്തെ ഗിഫ്റ്റായി, ഒരു യാത്രാമൊഴിയായി അവനെ കൊണ്ട് വെക്കാൻ ഞാൻ അനുവദിപ്പിച്ചു. ഇതിനെ കൊണ്ട് അത് കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണോ, അത് കുഞ്ഞിനൊരു മെന്റൽ ട്രോമ ഉണ്ടാക്കില്ലേ എന്നൊക്കെയാണ് ചുറ്റുപാടിൽ നിന്ന് ഞാൻ കേട്ടത്. എന്നാൽ ഒരു കുട്ടിയോട് മരണത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുമ്പോൾ അവൻ അവന്റെ ജീവിതത്തിന് യഥാർത്ഥ മൂല്യം കണ്ടെത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമ ഇന്നത്തെ കാലത്ത്. സൂപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മോളുകളിലും സൂപ്പർ മൂവി തിയേറ്ററുകളിലും കുട്ടികളെ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ ജീവിതത്തിലെ യാഥാർത്ഥ്യബോധ്യമുള്ള സാഹചര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻ്റായ മരണവും അതിൻ്റെ മരണാനന്തര ചടങ്ങുകളിലും നിങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ
അനുവദിക്കുകയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഇനി വരുന്ന കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇന്നത്തെ കേരളത്തിലെ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മാതാപിതാക്കളുടെ കൂടെയില്ലാത്ത മക്കളാണ്. എല്ലാവരും പരിതപിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്കൂൾ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അക്കാഡമിക് വിഷയങ്ങളിൽ ഉന്നത മാർക്ക് നേടാൻ വേണ്ടി ചുറ്റുപാടുമുള്ള സാമൂഹിക പ്രശ്നങ്ങളെ അനുഭവിപ്പിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നടത്തി പ്രേരിപ്പിച്ച് വളർത്തിയ കുട്ടികൾ സ്വന്തം മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ പരിചരിക്കണമെന്ന് എങ്ങനെയാണ് ആലോചിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിനുള്ള കാരണം. ജീവിതത്തിലെ യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിന്നും ഇന്നത്തെ കുട്ടികൾ അകന്നു പോകുന്നതാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അവർ വളർന്നു വരുമ്പോൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ, അനുകൂല ഘടകങ്ങൾ അവരൊരിക്കലും നിരാശപ്പെടുത്താതെ, വിഷമിപ്പിക്കാതെ, കഷ്ടപ്പെടുത്താതെ വളർത്തുന്ന ഈ സാഹചര്യമാണ് കുട്ടികളെ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ സൂയിസൈഡ് പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് തൻ്റെ സ്വന്തം ജീവിതമാണെന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതം എന്നതൊരു ഭാഗ്യവും നമ്മുടെ ആരോഗ്യം എന്നത് ഒരു അനുഗ്രഹവുമാണെന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോഴാണ് സ്വന്തം ആരോഗ്യത്തിൻ്റെ വിലയും സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യവും അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ, ഡൽഹിയിലെ അവരുടെ ബ്രാഞ്ചിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ബാത്റൂമിൽ വെച്ച് മുതിർന്ന കുട്ടികൾ സെക്ഷലി ഹരാസ് ചെയ്യുകയും ആ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സ്കൂളിൻ്റെ അധികൃതർ സ്കൂളിലെ തന്നെ ഒരു ബസ് ഡ്രൈവറെ പ്രതിയാക്കി കേസെടുപ്പിച്ച് ആ സ്കൂളിലെ ബസ് ഡ്രൈവറെ ജയിലിലാക്കിയ ഇൻസിഡന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചിരുന്നു. സ്കൂൾ അധികൃതർ ചെയ്യുന്നത് സ്വന്തം ഡിഗ്നിറ്റി, സ്വന്തം ബ്രാൻഡിനെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ യഥാർത്ഥ സംഭവത്തെ മറച്ചുവെക്കുകയും കുട്ടികളെ ഇത്തരം വിഷയങ്ങളുടെ യഥാർത്ഥ കാരണത്തെ മനസ്സിലാക്കാതെ ഏതെങ്കിലും അധ്യാപകരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി കുട്ടികൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുകയോ ചെയ്ത് അതിനെ ലഘൂകരിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ വിടുമ്പോൾ, ഏറ്റവും മികച്ച സിലബസുകൾ തേടി നിങ്ങളുടെ കുട്ടികളെ വിടുമ്പോൾ, അക്കാഡമിക് വിഷയങ്ങളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി നിങ്ങളുടെ കുട്ടികളെ വിടുമ്പോൾ അവിടെ മാനുഷിക മൂല്യങ്ങൾ കൂടി പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്ന് നിങ്ങൾ സ്കൂൾ അധികൃതർ മനസ്സിലാക്കണം. കിട്ടുന്ന ഫീസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ, സ്കൂളിൻ്റെ ഗ്രേഡ് താന്നു പോവാതിരിക്കാൻ, നിങ്ങളുടെ സ്കൂളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ, ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ മറച്ചുവെച്ച് തെറ്റായ മെസ്സേജുകളാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്നത്. ഇത്തരം കുട്ടികളെ വളർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. സ്കൂൾ അധികൃതർക്ക് പൂർണ്ണമായും ഇതിൽ ഉത്തരവാദിത്തമുണ്ടോ? തങ്ങളെ ഏൽപ്പിക്കുന്ന കുട്ടികളെ അതേപോലെ ആരോഗ്യത്തോടെയും അക്കാഡമിക് നിലവാരത്തിൽ മികച്ച രീതിയിലും മാനുഷിക മൂല്യങ്ങളിൽ ഉന്നത രീതിയിൽ ചിന്തിക്കാനും ഉള്ള കാര്യങ്ങളിൽ വളർത്തി വലുതാക്കി തിരിച്ച് മാതാപിതാക്കളെ ഏൽപ്പിക്കുക എന്നുള്ളത്. സ്കൂളിലോട്ട് കുട്ടികളെ അയച്ചാൽ മാതാപിതാക്കൾ കരുതുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ്. സ്കൂൾ അധികൃതർ കരുതുന്നത് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ സർക്കസ് പഠിക്കാൻ വരുന്ന മൃഗങ്ങളാണെന്നാണ്. ചട്ടക്കൂടുകൾക്കുള്ളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂൾ അധികൃതർ സ്കൂളിലോട്ട് വിട്ടാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ. ഇതിനിടയ്ക്കാണ് കുട്ടികൾ കിടന്ന് തിങ്ങുന്നത്. ജീവിതത്തിൽ ആരോടാണ് തങ്ങളുടെ പരാതി പറയുക എന്നുള്ളത് അവർക്കറിയില്ല. നിങ്ങളുടെ മക്കൾക്ക്, മാതാപിതാക്കളോടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് അവർ ചെയ്യുന്ന തെറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, അടുത്തുള്ള കുട്ടിയെ ഉപദ്രവിച്ചു, പഠനത്തിൽ മാർക്ക് കിട്ടിയില്ല, ടെസ്റ്റ് പേപ്പറിൽ കോപ്പി അടിച്ചു, യൂണിഫോം ധരിച്ചില്ല, ID കാർഡ് എടുത്തില്ല, ഭക്ഷണം കളഞ്ഞു, പുസ്തകം മറന്നുപോയി, കളിക്കുന്നതിനിടയിൽ മറ്റു കുട്ടിയുടെ ഏതെങ്കിലും വസ്തു മോഷ്ടിച്ചു, ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ നിന്ന് കേൾക്കുന്നതാണ്.
പക്ഷെ നമ്മുടെ കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകാത്തിടത്തോളം അവർക്ക് മുന്നിലുള്ള സൊല്യൂഷൻ ജീവിതത്തിൽ ഇനി ആരുമില്ല എന്ന് ചിന്തിക്കുക എന്ന് മാത്രമാണ്. മാളയിലെ പ്രശസ്തമായ ഒരു സ്കൂൾ, ഒരു കുട്ടിയെ അവിടുത്തെ PT അധ്യാപകൻ നടുംപുറത്ത് കുനിച്ചു നിർത്തിയിടിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായി സംസാരിച്ചു. അങ്ങനെ ആ വിഷയം സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് എൻ്റെ കുട്ടികളെ എനിക്ക് ആ സ്കൂളിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അത് വേറെ വിഷയം. പക്ഷേ ഈ വിഷയം എനിക്കൊരു ഫോൺ കോൾ വന്നു. ദുബൈയിൽ നിന്ന് ഒമാനിൽ നിന്ന് എന്തോ ആണെന്ന് തോന്നുന്നു. എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഈ ഇൻസിഡന്റ് കണ്ടോ? ഞാൻ പറഞ്ഞത് കണ്ടതാണ്, ഇതാണ് വിഷയം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കുട്ടിയുടെ അമ്മയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ മകന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ തല്ലിയാൽ അല്ലെങ്കിൽ ശിക്ഷിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഒരു അധ്യാപകൻ കുട്ടിയെ ശിക്ഷിക്കുക എന്നുള്ളത് അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതിലെനിക്കൊരു എതിരഭിപ്രായമില്ല. പക്ഷേ ഒരു ID കാർഡ് എടുക്കാത്തതിന് കുനിച്ചു നിർത്തി നടുംപുറത്ത് ഇടിക്കുന്ന ഒരു PT അധ്യാപകൻ, അത് ഒരു ശിക്ഷണ രീതിയല്ല, അത് മർദ്ദനമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളുടെ സംവിധാനങ്ങളിൽ കുട്ടികൾ താമസിക്കുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കേൾക്കാൻ ചെവിയില്ല എങ്കിൽ ചിലപ്പോൾ കുട്ടികൾ നുണ പറയും. കുട്ടികൾ നുണയായിരിക്കും പറയുന്നത്. പക്ഷെ കുട്ടികളെ കേൾക്കാനുള്ള മനസ്സ് മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. അനുസരണക്കേട്, നുണ പറയുക, തല്ലുകൂടുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, വസ്ത്രവും പുസ്തകവും ബാഗും മറ്റ് സംഗതികൾ നഷ്ടപ്പെടുത്തുക, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവന്റെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കുക, മോഷ്ടിക്കാം. കുട്ടികൾക്ക് ഇതെല്ലാ സ്വഭാവങ്ങളും ഉണ്ടാവും. ഇതെല്ലാം ചേർന്നാണ് കുട്ടികൾ. അത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നം വരുമ്പോൾ കുട്ടി വന്നിട്ട് മാതാപിതാക്കളോട് എനിക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അത്തരം ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ ഒരു പ്രതീക്ഷ കാണുകയുള്ളൂ. ആ പ്രതീക്ഷ വരുമ്പോഴാണ് അവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ നാളെ എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, തെറ്റുകൾ തിരുത്താൻ ശീലിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രതീക്ഷ വരുമ്പോഴാണ് ജീവിതത്തിൽ അവർ മൂല്യം കാണുകയുള്ളൂ, മനുഷ്യത്വത്തിൽ മൂല്യം കാണുകയുള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത്തരം സൂയിസൈഡുകൾ ചെറുപ്പത്തിലെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ പിടിപ്പുകേടാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. മാതാപിതാക്കൾ സ്വന്തം മക്കളെ സ്വന്തം തുടർച്ചയായി കാണുകയും അവരുടെ തെറ്റുകളെ തിരുത്തേണ്ട തെറ്റുകളായി മനസ്സിലാക്കുകയും അത്തരം മനസ്സിലാക്കലുകൾ കുട്ടികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് പരാതി പറയാനും തെറ്റ് സമ്മതിക്കാനും ഒക്കെ വരികയുള്ളൂ. പ്രത്യേകിച്ചും റെസിഡൻഷ്യൽ സ്കൂളുകളിൽ താമസിക്കുന്ന, ഹൈ സ്റ്റാൻഡേർഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വീഡിയോ തീർച്ചയായും കേൾക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളാണ് പ്രതീക്ഷ, നിങ്ങളാണ് സംരക്ഷണം. അത് നിങ്ങൾ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്കൂൾ അധികൃതരോ അധ്യാപകരോ മാത്രമല്ല, അതിനു മുകളിൽ നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളുമല്ല എന്ന് മനസ്സിലാക്കുക.